നമുക്ക് ഫ്രഞ്ചുകാരുടെ ആഗമനത്തെ പറ്റി നോക്കാം. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാരെന്ന് പറയുന്നത്. ഇവർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1664 ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങളാണ് മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവ. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് മാഹിയിലായിരുന്നു. അന്ന് മയ്യഴി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിക്കുന്നത് 1724 1725 കടത്തനാട്ട് രാജാവിൽ നിന്ന് മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റനാണ് ബെർട്രാൻ ഫ്രാങ്കോയിസ് മാഹി ഡി ലെ ബോണേഴ്സ്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത് 1954 ഇനി ബ്രിട്ടീഷുകാരുടെ വരവിനെ പറ്റി നോക്കാം. കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച്. കേരളത്തിലെ കൊച്ചിയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് വരുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് ക്യാപ്റ്റൻ കീലിംഗ് ആണ് 1615. കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഇംഗ്ലണ്ടാണ്. 1644 ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് ഒരു വ്യാപാരശാല നിർമ്മിച്ചത് ആരുടെ ഭരണകാലത്താണ്? രവിവർമ്മയുടെ ഭരണകാലത്താണ്. ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി വെച്ച വേണാട് രാജാവ് രാമവർമ്മയാണ്. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരദേശാഭിമാനിയാണ് പാലിയത്തച്ചൻ. അപ്പം കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരദേശാഭിമാനി പാലിയത്തച്ചനാണ്. ബ്രിട്ടീഷ് മാതൃകയിൽ നിയമ സംവിധാനം ഏർപ്പെടുത്തിയ ദിവാനാണ് നഞ്ചപ്പയ്യ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ മാതൃകയിൽ നിയമ സംവിധാനം ഏർപ്പെടുത്തിയ ദിവാൻ നഞ്ചപ്പയ്യയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നിയമിക്കുന്നത് ധർമ്മരാജയുടെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡൻ്റാണ് കേണൽ മെക്കാളെയാണ്. 1795 മുതൽ 1710 വരെയായിരുന്നു അദ്ദേഹം തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ട് നിൽക്കുന്നത്. തിരുവിതാംകൂറിൽ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്ത് തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്ത് തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്തായിരുന്നു കേട്ടോ. തലശ്ശേരി കോട്ട നിർമ്മിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. 1708 ബ്രിട്ടീഷുകാർ തലശ്ശേരി കോട്ട നിർമ്മിക്കുന്നത്. 1790 ബ്രിട്ടീഷുകാർ സെൻറ് ആഞ്ചലോ കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രമാക്കി അത് രൂപപ്പെടുത്തുകയും ചെയ്തു. ഇനി ബ്രിട്ടീഷുകാരുടെ സംഭാവനകളാണ്. കേരളത്തിൽ സ്വയം പര്യാപ്തരായിട്ടുള്ള ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകരാനുള്ള കാരണം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചതായിരുന്നു. ഇനി ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന സാധനങ്ങളാണ് നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര് മുതലായവ. കേരളത്തിൽ ഇറക്കുമതി ചെയ്തിരുന്നത് തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങളെല്ലാമായിരുന്നു.